നമസ്കാരം. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയിയുടെ അന്ത്യകർമ്മങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം. ഖമനയിയുടെ മരണവാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇറാനിലുടനീളം ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങി വിലപിക്കുന്നത്. എന്നാൽ ഖമനയിയുടെ സംസ്കാര ചടങ്ങുകൾ എന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഇറാൻ ഭരണകൂടം ഇതുവരെ ഔദ്യോഗികമായ വ്യക്തത വരുത്തിയിട്ടില്ല. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ നിര്യാണത്തെ തുടർന്ന് രാജ്യം കനത്ത ദുഃഖാചരണത്തിലാണ്. ഭരണകൂടം ഔദ്യോഗികമായി 40 ദിവസത്തെ ദേശീയ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആദ്യത്തെ 7 ദിവസം രാജ്യത്ത് പൊതു അവധിയായിരിക്കും. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന വാർത്ത പുറത്തു വന്നതോടെ ഇറാനിലെ നഗരങ്ങളിലെല്ലാം ജനങ്ങൾ തടിച്ചുകൂടുകയും വികാരാധീനരായി തെരുവിലിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ അന്ത്യകർമ്മങ്ങളിൽ പങ്കുചേരാൻ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സംസ്കാര ചടങ്ങുകൾ എന്ന് നടക്കുമെന്നോ എവിടെ വെച്ച് നടക്കുമെന്നോ ഉള്ള കാര്യത്തിൽ ഇറാൻ സർക്കാർ ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. എങ്കിലും ചടങ്ങുകൾ ടെഹ്റാനിലോ ഖമനയിയുടെ ജന്മനാടായ മഷ്ഹാദിലോ നടക്കാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൃതദേഹം കുളിപ്പിക്കുകയും വെള്ളത്തുണിയിൽ പൊതുകയും ചെയ്ത ചടങ്ങാവുന്ന മയ്യിത്ത് നമസ്കാരം എന്ന ശവസംസ്കാര പ്രാർത്ഥനയ്ക്ക് ആര് നേതൃത്വം നൽകും എന്നതും നിലവിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഷിയ മുസ്ലിം വിഭാഗക്കാർ ഭൂരിപക്ഷമുള്ള ഇറാനിൽ മതാചാര പ്രകാരമുള്ള കർക്കശമായ ചടങ്ങുകളായിരിക്കും നടക്കുക. 1989 ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുല്ല ഖുമൈനിയുടെ മരണസമയത്തുണ്ടായതിന് സമാനമായ ജനപ്രവാഹമാണ് ഇപ്പോൾ അധികൃതർ പ്രതീക്ഷിക്കുന്നത്. അന്ന് 1 കോടിയോളം ആളുകളാണ് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. ജനത്തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഹെലികോപ്റ്ററിലാണ് അന്ന് ഭൗതിക ശരീരം കൊണ്ടുപോയത്. ഖമനയുടെ കാര്യത്തിലും ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ചടങ്ങുകൾക്കായി എത്തും എന്നതിനാൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഭരണകൂടം ഒരുക്കുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ അന്ത്യകർമ്മങ്ങൾ ഇസ്ലാം മതവിശ്വാസത്തിലെ ഷിയ ആചാരപ്രകാരമുള്ള ലളിതവും എന്നാൽ അതീവ പവിത്രവുമായ രീതിയിലായിരിക്കും നടക്കുക. മരണാനന്തര ചടങ്ങുകൾക്ക് പ്രത്യേകമായ വലിയ മാർഗനിർദ്ദേശങ്ങളൊന്നുമില്ലെങ്കിലും ഇസ്ലാം മതം നിഷ്കർഷിക്കുന്ന എല്ലാ ഘട്ടങ്ങളും കർശനമായി പാലിക്കപ്പെടും. ആദ്യത്തെ പ്രധാന ചടങ്ങ് മൃതദേഹം കുളിപ്പിക്കുക എന്നതാണ്. പരേതന്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ ഭരണകൂടം ഇതിനായി പ്രത്യേകം ചുമതലപ്പെടുത്തിയ വിശ്വാസികളായ വ്യക്തികളോ ആയിരിക്കും ഈ കർമ്മത്തിന് നേതൃത്വം നൽകുക. മൃതദേഹത്തോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടുള്ള ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ശുദ്ധീകരണത്തിന് ശേഷം മൃതദേഹം കഫൻ ചെയ്യുന്ന രീതിയാണ് പിന്തുടരുന്നത്. തുന്നലുകളില്ലാത്ത ലളിതമായ വെളുത്ത തുണിയിൽ മൃതദേഹം പൊതിയുന്നതിനെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ലൗകികമായ എല്ലാ പദവികളും വെടിഞ്ഞ് സൃഷ്ടാവിലേക്ക് മടങ്ങുന്നു എന്ന സന്ദേശമാണ് ഈ ലാളിത്യത്തിലൂടെ കൈമാറുന്നത്. ഈ ഘട്ടം പൂർത്തിയായാൽ ഭൗതിക ശരീരം പൊതുദർശനത്തിനോ അല്ലെങ്കിൽ നേരിട്ട് ശവസംസ്കാര പ്രാർത്ഥനയ്ക്കോ വേണ്ടി തയ്യാറാക്കും. ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരായിരിക്കുമെന്നതും സുരക്ഷാ കാരണങ്ങളാലോ മറ്റു ഭരണപരമായ തീരുമാനങ്ങളായാലോ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. 1989 ആയത്തുള്ള റൂഹുല്ല ഖമൈനിയുടെ കാര്യത്തിൽ നടന്നതുപോലെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലം സംബന്ധിച്ചും നിലവിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലോ അല്ലെങ്കിൽ ഖമനയുടെ ജന്മദേശവും ഷിയ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രവുമായ മഷ്ഹാദിലോ സംസാരം നടക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഖുമൈനിയുടെ ഖബറടക്കം ടെഹ്റാനിലായിരുന്നു നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഒത്തുകൂടാൻ സാധ്യതയുള്ളതിനാൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു പ്രദേശം തന്നെയായിരിക്കും അധികൃതർ ഇതിനെ തെരഞ്ഞെടുക്കുക. ജനത്തിരക്ക് നിയന്ത്രിക്കാൻ പ്രയാസകരമായ സാഹചര്യമുണ്ടായാൽ മുൻകാലങ്ങളിലേതുപോലെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുമോ എന്നും സൂചനകളുണ്ട്.